എല്ലാ കൊച്ചു ടി വി പ്രേക്ഷകർക്കും കൊച്ചു ടിവിയുടെ ഓണാശംസകൾ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രശസ്തമായ തിരുവരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ ഉള്ളത് അകവൂർ മനയിലെ ഒരു കുടുംബാംഗമായ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ തിരുമേനി, എന്തായാലും ഈ ആധുനിക കാലത്തുള്ള കുട്ടികൾക്ക് തിരുവോണത്തിൻ്റെ മഹത്വം, ഈ 10 നാളിൻ്റെ മഹത്വം ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? തിരുവോണം കേരളത്തിൻ്റെ മാത്രം തനതായ ഒരു ആഘോഷമാണ്. കേരളീയ എവിടെയായാലും ജാതി മതഭേദമന്യേ വളരെയധികം ഗംഭീരമായി ആഘോഷിക്കുന്ന ഒരു അവസരം കൂടിയാണ് തിരുവോണം. ഈ തിരുവോണത്തിൻ്റെ ഒരു 10 നാൾ മുതൽ ആണ് ആഘോഷം തുടങ്ങുന്നത്. അപ്പോൾ അത്തം 10 എന്ന് പറഞ്ഞാൽ തിരുവോണം ആഘോഷിക്കുന്നതിന് 10 ദിവസം മുമ്പെയാണ് ഇതിൻ്റെ ആഘോഷം തുടങ്ങുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് നമ്മൾ തൃക്കാരൊക്കെ വയ്ക്കും, അതുപോലെ തന്നെ പൂക്കളമിടും. അത് കൂട്ടി തിരുവോണത്തിന് അടുത്തെത്തുമ്പോഴേക്കും അനവധി തൃക്കാക്കരപ്പനെ വയ്ക്കും. ഈ തൃക്കാക്കരപ്പൻ എന്ന് പറയുമ്പോൾ സങ്കല്പം നമ്മളെ വിഷ്ണുവിൻ്റെ സങ്കല്പമാണ്. യഥാർത്ഥത്തിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മാവേലി പൂജിക്കുക എന്നുള്ളതല്ല. വിഷ്ണുവിനെ നമ്മൾ ആരാധിക്കുന്നു. അത് ഏവർക്കും ആരാധിക്കാവുന്ന മൂർത്തിയായിട്ട് നമ്മൾ സങ്കല്പിച്ച് ഓരോ വീടിൻ്റെ മുന്നിലും അതിൻ്റെ പ്രതിമ വയ്ക്കുകയാണ്. അതാണ് അതിൻ്റെ ആഘോഷം. ഇപ്പോൾ ഓണത്തിൻ്റെ കാലത്തിൽ പറയുമ്പോൾ അതിൽ പല വിശ്വാസങ്ങളുണ്ട്, അതിൻ്റെ ചരിത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ ഐതിഹ്യമുണ്ട്, അതുപോലെ അതിൻ്റെ മഹാത്മ്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് നമുക്ക് പറയാവുന്നത് ഒന്ന്, ഓണം ഒരു കാർഷിക ആഘോഷമായിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ കാർഷിക നാടാണ്. അതിന് ആ കൊയ്ത്ത് കാലം ആഘോഷിക്കുന്ന ഒരു പരിപാടി, അതിൻ്റെ തുടക്കം എന്ന നിലയിലും ഈ ഓണത്തിന് നമ്മൾ ആഘോഷിക്കുന്നു. അതുമാത്രമല്ല, ഈ പഞ്ഞമാസം കർക്കിടം പഞ്ഞാണ്. അപ്പോൾ ദാരിദ്ര്യമായിരിക്കും, സാധനങ്ങളുടെ ലഭ്യത കുറവ്. അതിനൊക്കെ കഴിഞ്ഞ് ചിങ്ങമാസത്തേക്ക് വരുമ്പോൾ ഈ എല്ലാ ലഭ്യതകളുള്ള എല്ലാ ധാന്യങ്ങളും നമുക്ക് കിട്ടുന്നൊരു അവസരം, അതിന് ആഘോഷപൂർവ്വം നമ്മൾ കൊണ്ടാടുന്നു എന്നതും ഈ തിരുവോണത്തിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ നമ്മൾ ഐതിഹ്യത്തിലും ചരിത്രത്തിലേക്ക് പോകുമ്പോൾ കേരള നാട് മഹാബലി വാണിരുന്നു എന്നും അദ്ദേഹം ഈ കേരളത്തിലെ ചക്രവർത്തിയായിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. അന്ന് കേരളത്തിൽ നമുക്കെല്ലാം അറിയാം, കള്ളവും ചതിയുമില്ലാത്ത സുഭിക്ഷമായ ഒരു നാടായിരുന്നു കേരളമെന്നും ആ നാട്ടിലെ ഭരണാധികാരി വളരെ ഈ വിഷ്ണുഭക്തനായിരുന്നു. അങ്ങനെ അദ്ദേഹം ജനങ്ങൾക്ക് ഏവർക്കും തുല്യമായ രീതിയിൽ എല്ലാം പകുത്തു കൊടുത്തു എന്നൊക്കെയാണ് ഐതിഹ്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഐകമത്യത്തിൻ്റെയും നല്ല രീതിയിൽ നാളെയും പറ്റി ഓർമ്മിക്കാനും കൂടിയാണ് ഈ തിരുവോണം നമ്മൾ ആഘോഷിക്കുന്നതെന്നും പറയുന്നു. മാവേലി കുട്ടിയും കൊല്ലും കളിച്ചിട്ടുണ്ടോ? ഞാൻ കുട്ടിയും കൊല്ലും കളിച്ചിട്ടില്ല, ചതുരംഗം കളിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾ ചതുരംഗമല്ല, കുട്ടിയും കോലും, തലപ്പന്ത്, തൊങ്ങിത്തൊട്ട്, അങ്ങനെ ഒത്തിരി കളികളുണ്ട്. എന്തായാലും ഇവിടുത്തെ കുട്ടികൾ അതൊക്കെ കളിച്ച് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ? കാണാം.
മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം പൂ കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം ഇന്നേ കൊയ്യാൻ നാളെ ചെന്നാലത്തം ചിത്തിര ചോദി ഇന്നേ കൊയ്യാൻ നാളെ ചെന്നാലത്തം ചിത്തിര ചോദി പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി മണ്ണിൽ സ്വപ്നപ്പൂമാലയായി പമ്പാതീരത്ത് മാറിവിൽ മാല മായപ്പൂന്തോപ്പിൽ മണ്ണിൽ സ്വപ്നപ്പൂമാലയായി പമ്പാതീരത്ത് തുമ്പപ്പൂക്കൾ നന്ദ്യാർ വട്ടം തെറ്റി ചെമ്പരത്തി തുമ്പപ്പൂക്കൾ നന്ദ്യാർ വട്ടം തെറ്റി ചെമ്പരത്തി പൂക്കളെ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി
വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ കൊണ്ടൽ വഞ്ചി മിഥുനക്കാറ്റിൽ കൊണ്ടുവന്ന മുത്താരങ്ങൾ മടിച്ചിങ്ങും മുറയാക്കി അഴിഞ്ഞുവല്ലോ പുലരുന്ന പൊന്നോണത്തെ പുകഴ്ത്തുന്ന പൂവരങ്ങ പുതയ്ക്കും പൊന്നോടയായി നീ വാ 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 ഉത്രാടപ്പൂനിലാവേ വാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലാവേ വാ. തിരുവോണത്തിൻ കൊടിയെടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ തിരുവോണത്തിൻ കൊടിയെടുക്കാൻ കൊതിക്കുന്നു തെരുവിൻ മക്കൾ അവർക്കില്ല